ജീവിതത്തിൽ തരക്കേടില്ലാത്തൊരു ജോലി ഉണ്ടാവാം, നല്ലൊരു ഫാമിലി ഉണ്ടാവാം, നിങ്ങൾക്ക് നല്ല ഡിഗ്രി ഉണ്ടാവാം. പക്ഷേ ഇതുകൊണ്ടൊന്നും നിങ്ങൾ മതിയായ വ്യക്തിയല്ല, നിങ്ങൾക്ക് അപൂർണതയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്തൊക്കെ കിട്ടിയിട്ടും എനിക്ക് എന്തോ ഒന്ന് ഇല്ല എന്നുള്ള ഉള്ളിലുള്ള ആ ശൂന്യത, അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇത് നിങ്ങളുടെ തെറ്റല്ല, പക്ഷേ ഇത് ഒരു സിംറ്റം മാത്രമാണ്. ഇതിന്റെ യഥാർത്ഥ ഉത്ഭവം അല്ലെങ്കിൽ റൂട്ട് കോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാല്യകാലത്തു നിന്നാണ് തുടങ്ങുന്നത്. ബാല്യകാലത്ത് നിങ്ങൾക്ക് ലഭിച്ചിരുന്ന സ്നേഹം എന്ന് പറയുന്നത് കണ്ടീഷണൽ ആയിരുന്നുവോ? അതായത് നിങ്ങൾക്ക് നല്ല മാർഗം ലഭിച്ചെങ്കിൽ മാത്രമേ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോവുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന കാര്യം വാങ്ങിത്തരികയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വാല്യൂവിനെ മെഷർ ചെയ്യുന്നത്, നിങ്ങളുടെ യഥാർത്ഥ മൂല്യത്തിനെ നിങ്ങൾ അളക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ട് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ യഥാർത്ഥ മൂല്യം എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് എന്നാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ആ പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ആ സെൽഫ് വേർത്ത്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ മൂല്യങ്ങളെ ഇന്റേണലൈസ് ചെയ്യാൻ കഴിയുകയില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്കുള്ള സെൽഫ് വർത്ത് ഇഷ്യൂ ആണ്. അതായത് കുട്ടിക്കാലത്ത് നിങ്ങൾ ഓരോ കണ്ടീഷനോട് കൂടെ വളർന്നു വന്നുവെങ്കിൽ, അതുപോലെ നിങ്ങൾക്കുള്ള മൂല്യം നിങ്ങൾക്ക് തിരിച്ചറിയാതെ പോയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോ സെൽഫ് വർത്ത് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ലോ സെൽഫ് വർത്തിനെസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്? അതിനായിട്ട് നിങ്ങളൊരു പേപ്പർ പെന്നും എടുത്തിട്ട് നിങ്ങളോട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എന്ത് നേടിയിട്ടും മതിയായ വ്യക്തിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ പ്രേസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഡിസ്മിസ് ചെയ്യാറുണ്ടോ? അതുപോലെ നിങ്ങളുടെ സക്സസിനെ നിങ്ങളുടെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം നല്ലതാണ് എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കാറുണ്ടോ? അതുപോലെ മറ്റെന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ വളരെ മോശമായ വ്യക്തിയാണെന്ന് ഗിൽറ്റി ഫീലിംഗ് നിങ്ങൾക്ക് എപ്പോഴും തോന്നാറുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം യേസ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ, ഇത് നിങ്ങളുടെ ലോ സെൽഫ് വർത്തിനെസിനെ കുറിക്കുന്നു. എന്തിനാണ് ഈ സെൽഫ് വർത്തിനെസ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നതെന്ന് അറിയാമോ? അതായത് സെൽഫ് വർത്തിനെസ് കുറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ ആരെങ്കിലും അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാലോ അവരെ നമ്മൾ പുഷ് ചെയ്ത് കളയും. നമുക്ക് അവരെ അംഗീകരിക്കാൻ പറ്റുകയില്ല. കാരണം നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഫേക്ക് ആണ് എന്ന്. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും ഫേക്ക് ആണെന്ന് വിചാരിച്ചാൽ അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ സെൽഫ് വർത്തിനെസ്, നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കും, എങ്ങനെ റെസ്പെക്ട് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കാതാകും, അങ്ങനെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് ഉണ്ടാകും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു അംഗീകാരം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങളുടെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം നല്ലതായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ ഒരു വാല്യൂവിനെ അംഗീകരിക്കാൻ പറ്റാതെ വരും. നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് വർത്ത് എന്താണ് എന്ന് അറിയാതെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഒരു EFT പ്രാക്ടീസ് പറഞ്ഞുതരാം. ഈ പ്രാക്ടീസ് നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് കാണാൻ കഴിയും. അപ്പോൾ ശാന്തമായ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക. അതിനുശേഷം എന്നോടൊപ്പം ഈ EFT പോയിന്റുകളിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: ഞാൻ ഇനഫ് അല്ല എന്നുള്ള തോന്നൽ എന്റെ മനസ്സിലുണ്ട് എങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ: ഞാൻ ഇനഫ് അല്ല എന്നുള്ള തോന്നൽ എന്റെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇനഫ് അല്ല എന്നുള്ള തോന്നൽ എന്റെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് വാല്യൂ ഇല്ല എന്നുള്ള തോന്നൽ ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഇന്നർ ക്രിട്ടിക്സിനെ റിലീസ് ചെയ്യുന്നു. ഞാൻ റെസ്പെക്ട്ഫുൾ അല്ല, എനിക്ക് അംഗീകാരം ലഭിക്കുകയില്ല, എനിക്ക് വാല്യൂ ഇല്ല എന്നുള്ള ആ ഒരു തോന്നൽ ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്നു. എൻ്റെ ഇന്നർ ക്രിട്ടിക്സിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഞാൻ മതിയായ വ്യക്തിയല്ല, ഐ എം നോട്ട് ഇനഫ് എന്നുള്ള തോന്നൽ ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്നു. ആ സമയത്ത് എൻ്റെ ബാല്യകാലത്ത് ഉണ്ടായ ഓരോ കണ്ടീഷൻസും ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ സക്സസ്സുകളെ ഇന്റേണലൈസ് ചെയ്യുന്നു. എൻ്റെ വിജയം എൻ്റെ അംഗീകാരമാണ്, ഞാനതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ മതിയായ വ്യക്തിയല്ല, ഐ എം നോട്ട് ഇനഫ് എന്നുള്ള ആ സ്റ്റോറി ഞാനിപ്പോൾ റിലീസ് ചെയ്യും. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ആഴമേറിയ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വെളിയിലേക്ക് വിടുകയും ചെയ്യാം. ഇങ്ങനെ 3 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം വെളിയിലേക്ക് വിടുക, വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം വെളിയിലേക്ക് വിടുക, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ചെയ്യാം. ഇനിയും നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ അഫർമേഷൻസ് എന്നോടൊപ്പം പറയാം. ഞാൻ ഇപ്പോൾ മതിയായ വ്യക്തിയാണ്, ഐ ആം ഇനഫ്. എന്റെ വാല്യൂ എന്റെ നേട്ടങ്ങളിലല്ല, എന്റെ എക്സിസ്റ്റൻസിലാണ്. ഞാൻ എന്റെ മിസ്റ്റേക്കുകളിൽ നിന്നും പഠിക്കുന്നു, അവ എന്നെ ഡിഫൈൻ ചെയ്യുന്നില്ല.
ഞാൻ മറ്റുള്ളവര് എന്നെ അംഗീകരിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്റെ കഴിവുകളിൽ ആത്മാഭിമാനം കൊള്ളുന്നു. ഞാൻ കേപ്പബിൾ ആയ വ്യക്തിയാണ്. ഐ ആം ഇനഫ്. ഐ ആം ഇനഫ്. ഐ ആം ഇനഫ്. ഇപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? വീണ്ടും ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ഡേയ്സ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ 21 ദിവസം ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്കുണ്ടാകുന്ന പോസിറ്റീവ് കമന്റുകൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.